ഞാൻ തോറ്റു. അറിയില്ല എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിന് അല്ലടോ, നമ്മളെ ക്രിസും ദിവ്യ ചേച്ചിയും തമ്മിൽ അടിയായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ശോകമായിട്ടുള്ള വീഡിയോ ആണല്ലോ വരുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ശോകമായിട്ടുള്ള വീഡിയോ ആണ്. അതുമാത്രമല്ല, മുഖത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആരോ കയറി മർദ്ദിച്ചതുപോലെ എന്താണെന്നറിയില്ല ഒരു പാടും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ഡയലോഗും കൂടി അടിച്ചിട്ടുണ്ട്. ഏതല്ല ഡയലോഗൊന്നും ഞാൻ കേൾപ്പിക്കട്ടാ. ഇത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ മനസ്സിലിരിപ്പ് ഇങ്ങനെയല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. ഈ ഒരു റീൽ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു എന്നാണ്. ഇത് ചില ആൾക്കാരൊക്കെ വീഡിയോയും ആക്കിയിട്ടുണ്ട്. അതായത് ഇവർ രണ്ടും അടിച്ചു പിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഓവറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കുറച്ച് ഓവർ തന്നെയാണ്. ഓവർ അല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ വേറെ ഒരു കാര്യയെ കുറച്ച് ഓവറാക്കി കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുള്ളൂ. അതും കൃത്യമായിട്ട് അവർക്കറിയാം. അല്ലാതെ കല്യാണം കഴിച്ച് അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആരും അറിയില്ല. പക്ഷേ കുറച്ച് ഓവറാക്കി കഴിഞ്ഞാൽ ക്രിസ് ആണെങ്കിലും അതുപോലെ ദിവ്യ ആണെങ്കിലും രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഓവറാക്കുന്നത്. ഏതായാലും ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോഴിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ദിവ്യ ശ്രീധർ ആണെങ്കിൽ ഒരു യൂട്യൂബർക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. അതുകൂടി ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. അതായത്, താൻ കണ്ടോ എന്നെ ക്രിസ് അടിച്ചത്? നാണമില്ല ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞ് മനുഷ്യന്മാരെ പച്ചയ്ക്ക് തിന്നാൻ? നിങ്ങൾ എന്തിനാണോ എന്നെ വെച്ച് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് ദിവ്യ ശ്രീധർ കൊടുത്തിരിക്കുന്നത്. അതായത്, ഞങ്ങൾ അടിച്ച് പിരിഞ്ഞിട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ പറയുന്നില്ല. എടോ, ഞങ്ങൾ അടിച്ച് പിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും സ്നേഹത്തെ തന്നെയാണ് എന്ന് ദിവ്യ ചേച്ചി പറഞ്ഞിട്ടുമില്ല. താൻ കണ്ടോടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈയിടെയായിട്ടുള്ള റീലുകൾ ഇതിലും അവർക്ക് ചതി പറ്റിയോ അല്ല ഇതിലും അവർക്ക് തെറ്റു പറ്റിയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പല സീരിയൽ നടിമാരുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ആവേശപൂർവ്വം കല്യാണം കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർ മല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് മല്ല തിരിച്ചു വരികയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർ ഇത് എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്, നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പബ്ലിക്കിൽ ചെയ്യുന്നതാണ്. നിങ്ങൾ പബ്ലിക്കിൽ പല കാര്യങ്ങളും പറയാറുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലതും എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എന്തൊരു സ്നേഹമാണ്. പക്ഷേ ഈയിടെയായിട്ട് നിങ്ങളുടെ റീലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നത് കാണുമ്പോഴേ എല്ലാവർക്കും സംശയം തോന്നും ചേച്ചി. അതിനിങ്ങനെ ചൂടായതുകൊണ്ട് കാര്യമില്ല. അതെന്താണെങ്കിലും കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ പബ്ലിക്കിൽ നിൽക്കുന്നവരല്ലേ. നമ്മളുടെ കൂടെയൊക്കെ ഒരാളില്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ആൾക്കാർ ചോദിക്കും. ആ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം പറയാൻ വേണ്ടി കേട്ടോ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, അത് ഞാനൊരു റീലിട്ടതാണ്, അത് പറയാനുള്ള ധൈര്യമില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെയല്ലേ മറുപടി കൊടുക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മർദ്ദനത്തിൻ്റെ പാട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ വെച്ച് തെലുങ്കൻ്റെ ഡയലോഗ് അടിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ കരുതേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓവറായിട്ട് സ്നേഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഓവറായിട്ട് ഇങ്ങനെ ആൾക്കാരെ ഷോ കാണിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അധികം സ്നേഹമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം അഭിനയം മാത്രമാണ്. ഇപ്പം നമുക്ക് നമ്മളെ വീട്ടുകാരെയോ ഭാര്യനെയോ അല്ലെങ്കിൽ മറ്റോ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ 24 മണിക്കൂർ വീഡിയോയും പിടിച്ചിട്ട് ഉമ്മവിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ബോണ്ടിങ് ആണ്. അല്ലാതെ എന്ന് പറയുന്നത് നാട്ടുകാരെ മുഴുവൻ കാണിച്ച് ഇത് ആരോടോ പ്രതികാരം ചെയ്യുന്നത് പോലെ. ഇനിയിപ്പോഴും എനിക്ക് സംശയം എന്താ വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്ത്യനിപ്പം അയാളുടെ മുൻ ഭാര്യയോടോ അല്ലെങ്കിൽ ദിവ്യ ശ്രീധറാണെങ്കിൽ മുൻ ഭർത്താവിനോടോ അവരോട് ആരോടെങ്കിലും പ്രതികാരം ചെയ്യുന്നതാണോ? നിങ്ങൾ കണ്ടോടാ എനിക്കിപ്പോഴും കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചില ആൾക്കാരുണ്ട്. അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് വേഗം പോയിട്ട് കിട്ടുവാണെന്ന്. കാരണം ഇവർക്ക് കെട്ടാൻ കഴിയില്ലല്ലോ. 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ നോക്കണം. അതുമാത്രമല്ല അവരെ ഏറ്റെടുക്കുന്ന ആൾക്കാർ വരണം. പിന്നെയെന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുന്ന ആൾക്കാർ വരണം. ഇതൊക്കെ വേണം. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല. ആണുങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, പെട്ടെന്ന് തന്നെ പോയിട്ട് ഡിവോഴ്സ് കിട്ടിയതിൻ്റെ അന്ന്, അതായത് അന്ന് വൈകുന്നേരം തന്നെ പോയിട്ട് ഇപ്പോൾ ചിലപ്പോൾ പെണ്ണ് കണ്ടിട്ട് അന്ന് വൈകുന്നേരം തന്നെ കല്യാണം കഴിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നറിയാം, പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഭാര്യമാരെ അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കലായിരിക്കും. കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞാൽ അടിച്ചു പിരിയുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിൽ വന്നിട്ട് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് തോന്നാറുണ്ട് ഇവർ മാത്രമാണോ ലോകത്ത് ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ.
ഒരുപാട് പേരില്ലേ ഭാര്യ ഭർത്താക്കന്മാര്. ഇതിപ്പോഴും കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ് ആയാലും ദിവ്യ ആയാലും പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഇത് വരുത്താൻ വേണ്ടിയിട്ട്, എന്താ പറയേണ്ടത്, ഒരു സ്റ്റാർഡം വരുത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും അവർ നല്ല രീതിയിൽ എന്താ പറയേണ്ടത് ആസ്വദിച്ചിട്ടുമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല രീതിയിൽ നെഗറ്റീവ് പോകാറുണ്ട്, നല്ല പോസിറ്റീവ് പോകാറുണ്ട്. അങ്ങനെ പ്രേക്ഷകരെ തമ്മിൽ ചേരി തിരിഞ്ഞ് ഇവരുടെ വീഡിയോൻ്റെ അടിയിൽ ഏറ്റുമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നല്ല വ്യൂ ആയിട്ട് പോകുന്നതുമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന് വിള്ളൽ വീണോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ചേച്ചി പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിക്കാൻ ഒരുപാട് പേരുണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ അധികം പോകില്ലല്ലോ എന്ന് പല ആൾക്കാരൊന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കായിരിക്കും ഇപ്പോഴും ഏറ്റവും വലിയ സന്തോഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇങ്ങനെ വേണം, സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെക്കാനുള്ളതല്ല, അത് പിന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താ പറയുക പ്രദർശനത്തിന് വെക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ഓവറായോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് ഓവർ തന്നെയാണ്, അല്ല എന്നൊന്നും പറയാൻ പറ്റൂല. കുറച്ച് ഓവർ തന്നെ ആയിരുന്നു രണ്ടുപേരും. ഏതായാലും അവരുടെ ഓവർ അവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ചേച്ചി ഇന്ന് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ആ ഒരു മറുപടിയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, അതിൽ തന്നെയുണ്ട് ഇവരുടെ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നും പറയാൻ പറ്റൂല, ഉണ്ട് എന്നും പറയാൻ പറ്റൂല. അതിൻ്റെ നടുക്കുള്ള എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീലിടേണ്ട ഒരു ആവശ്യവുമില്ല. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് വാരി കൊടുക്കുന്നതും ഇഡ്ഡലി വാരി കൊടുക്കുന്നതും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നതുമായിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ദിവ്യ ശ്രീധറി ഇപ്പോൾ 2-3 ദിവസമായിട്ട് ആ ഒരു കുരങ്ങുകുട്ടീൻ്റെയും പാവക്കുട്ടിയുടെയും കഥയും പിന്നെന്ന് പറഞ്ഞാൽ അതിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലുള്ളതാണ്. അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ടും അതൊരു പാവക്കുട്ടി അതിനെടുത്ത് വളർത്തുന്നത് പോലെയാണ്. അപ്പം അങ്ങനെയുള്ള റീലുകളും പിന്നെ ഇതുപോലെ തിലകൻ്റെ ഡയലോഗ് റീലുകളും അടിക്കുമ്പോൾ പൊതുജനങ്ങൾ എന്താ കരുതേണ്ടത്? പിന്നെ ഇവർ സുഖമായിട്ട് ജീവിക്കുന്നെന്നോ? ഒരിക്കലും കരുതത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടാകാം. അത് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ പറയാം, ഓവറായി കഴിഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അവിടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. 3-4 മാസം തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ കൊടുക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരെയും പലതും പറയുക, എന്തെങ്കിലും ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നീങ്ങുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ കുറച്ച് സന്തോഷം ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇതൊന്നും അധികം പോകത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് ക്രിസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ദിവ്യയും വന്നിട്ട് ജനങ്ങളോട് പറയണതേ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല മക്കളെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന്. അതും അഭിനയിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പല സീരിയൽ താരങ്ങളുടെയും പ്രശ്നം എന്താണെന്നറിയാം, അവർ ഈ ജീവിതത്തിലും അങ്ങ് അഭിനയിച്ച് കാണിച്ചു കളയും. അതാണ്, ജീവിതത്തിലും അഭിനയിച്ച് കാണിച്ചു കളയും. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തേ. ബൈ ബൈ.